ഹലോ ഗായ്സ്, രാവിലെ എഴുന്നേറ്റാലുടൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് മസ്റ്റാണ് എനിക്ക്. ചായ, കോഫി, കട്ടൻ ഒന്നും രാവിലെ എനിക്ക് പതിവില്ല. ഞാൻ കുടിക്കുന്നത് കാണുമ്പോൾ കിങ്ങിണിക്കും വേണമെന്ന് പറഞ്ഞ് വരും. അവൾ ഒരു അര ഗ്ലാസ്സൊക്കെ കുടിക്കും. കിങ്ങിണിക്കും ഞാൻ ചായയും കോഫിയും ഒന്നും രാവിലെ ഇതുവരെയും ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ ദാ ഈ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഏട്ടനും മോളും ഞാനും കൂടി ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കടയ്ക്കൽ തളിയിൽ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങിയത് കടയ്ക്കൽ ദേവീക്ഷേത്ര കുളത്തിലേക്കാണ് പോയത്. ഒരു കവർ പൊരിയും വാങ്ങിയിട്ടാണ് വന്നത്. അവിടുത്തെ മത്സ്യസമ്പത്ത് വളരെ ശ്രേഷ്ഠമാണ്. പല വിധത്തിലും നിറത്തിലും ഉള്ള നിരവധി മീനുകളാണ് അവിടെ ഉള്ളത്. കൊടുക്കുന്ന പൊരി കഴിക്കാനായിട്ട് എല്ലാ മീനുകളും കൂടി ഇങ്ങനെ ഓടിക്കിതച്ചെത്തിയിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് ഒത്തിരി മീനുകളുണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ മീനുകളൊക്കെ ആദ്യമേ വന്ന് എല്ലാം വിഴുങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. രാവിലെ തന്നെ സഹിക്കാൻ കഴിയാത്ത ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ മുകളിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അവിടെ കയറി നിന്നാൽ പിന്നെ വിശാലമായ ക്ഷേത്രക്കുളം കണ്ട് ആസ്വദിക്കാൻ നന്നായിട്ട് പറ്റും. കിങ്ങിണി ഇവിടെ മീനുകളെയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കാണുക. ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മീനുകളെയൊക്കെ കണ്ട് നീർക്കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ, മുങ്ങാങ്കുഴിയിട്ട് നീർക്കാക്കകളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ സ്റ്റേജ് പോലെ ഇവിടെ കെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് വെയിൽ കൊള്ളാതെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ വളരെയധികം ഉപകാരമുണ്ട്. കണ്ടു നിന്ന് സമയം പോയതറിഞ്ഞില്ല. സമയം 11 മണിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ദാ വഴിക്കണ്ണുമായിട്ട് ഞങ്ങളുടെ കുക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ദാ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.